പെരുമ്പാവൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. കിഴക്കേ ആയ്മുറി സ്വദേശി ബിജുവാണ് പിടിയിലായത്. പെരുമ്പാവൂർ ടൗണിൽ നിന്ന് കോടനാട് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ജോയ് മോൻ ചേരുന്നുണ്ട്. ജോയ്, വിവരങ്ങൾ പറയാം. സോന, കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ബിജുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തന്റെ ഭാര്യയെ കയ്യിൽ കരുതിയ വാക്കത്തി ഉപയോഗിച്ചാണ് ബിജു വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ ഈ ഭാര്യയായ ജാൻസിയുടെ കൈക്കും തോളിനും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഈ ഒളിവിൽ പോയ പ്രതിയെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കോടനാട് പോലീസ് സംഘം പിടികൂടുന്നത്. അത് ഇയാൾക്കായി ഊർജിതമായ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇതിനുശേഷം ഇയാൾ ഈ പെരുമ്പാവൂർ ടൗണിൽ ഉണ്ട് എന്നൊരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും പലയിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഈ ടൗണിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്ന് ഈ ബിജുവിനെ പോലീസ് പിടികൂടുന്നത്. അപ്പോൾ ഇയാൾ നിലവിൽ അതിനുശേഷം ഇയാളെ പെരുമ്പാവൂരിലെ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിനുശേഷം ഇയാളെ കോടനാട് പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുടുംബ തർക്കമാണ് എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇയാൾ ഭാര്യ ജാൻസിയെ ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും നിലവിൽ കോടനാട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. അപ്പോൾ നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളുടെ ഭാര്യ ജാൻസി ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് നിലവിൽ ഇതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സോന, ശരി. ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിലായിരിക്കുകയാണ്. ജോയ് മോൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.